ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നാളത്തെ പ്രൊമോ നമ്മൾ എല്ലാവരും കാത്തിരുന്ന അനുപമ അഭിലാഷിന് വിവാഹം കഴിക്കുന്ന പ്രൊമോ ആണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ അഞ്ജലിനെ കണ്ട മുത്തശ്ശിക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടമാവാട്ടോ. പൂജാരി അടുത്ത് പറയുന്നുണ്ട്, പൂജാരി ഇപ്പൊ പോയ ആ പെൺകുട്ടി ഏതാ? ആ പെൺകുട്ടിയുടെ പേര് അഞ്ജലിന്നാ. ആണോ? തിരുമേനിക്ക് അറിയാവോ? പിന്നെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കുടുംബക്കാരാ. നല്ല പെൺകുട്ടിയാ, പരോപകാരിയാ, ഒട്ടും അഹങ്കാരോ അത്യാഗ്രഹോ ഒന്നുമില്ല. നല്ല പഠിപ്പുണ്ട്, വിവരമുണ്ട്, എല്ലാം ഉണ്ട്. നല്ല പെൺകുട്ടിയാ. ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്താ അങ്ങനെ ചോദിച്ചത് എന്ന് തിരുമേനി ചോദിക്കുമ്പോൾ, അല്ല, ആ പെൺകുട്ടി നല്ലതാന്ന് എനിക്കും തോന്നിയായിരുന്നു. ഇങ്ങനത്തെ ഒരു പെൺകുട്ടീനെയാണ് തിരുമേനി എൻ്റെ വീട്ടിലെ കൊച്ചുമകളായിട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. അല്ല, എന്താ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായില്ല എന്ന് തിരുമേനി പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി പറയണ്ട്, അത് വേറൊന്നുമല്ല, എൻ്റെ കൊച്ചുമകൻ അഭിലാഷിന് അറിയാലോ തിരുമേനിക്ക്. ഉവ് അറിയാം. അഭിലാഷിനെ കല്യാണപ്രായമായല്ലോ. അഭിലാഷിനെ എന്തുകൊണ്ട് നല്ല ചേർച്ചയായ പെൺകുട്ടി. അഭിലാഷിനും ഇഷ്ടമാകും. ഈ പെൺകുട്ടിക്ക് അഭിലാഷിനും ഇഷ്ടമാകും, എനിക്ക് ഉറപ്പാ. അഭിലാഷിന്റെ ആ വിവാഹാലോചന തിരുമേനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ വീട്ടിലൊന്ന് അവതരിപ്പിക്കാവോ? എന്തായാലും അവര് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അഭിലാഷിന് ഈ പെൺകുട്ടിയുടെ നമ്പർ അങ്ങോട്ട് കൊടുക്കാം. രണ്ടുപേരും ഒന്ന് ഫോണിലൊക്കെ സംസാരിച്ചൊന്ന് ഓക്കെ ആയിട്ട് കണ്ടാ മതി. കാരണം ആദ്യം അവര് സംസാരിച്ചൊന്ന് ഓക്കെ ആവുമെന്ന് അറിഞ്ഞിട്ട് മതിയെല്ലാം എന്ന് മുത്തശ്ശി പറയുമ്പോൾ, ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ എന്ന് തിരുമേനി പറയണം. അങ്ങനെ മുത്തശ്ശി, ഈശ്വര നന്നായിട്ട് വരണേ, അഭിലാഷിന് തന്നെ അവളെ കിട്ടണേ എന്നൊക്കെ എന്റെ കൊച്ചുമകളായിട്ട് അവള് വീട്ടിലേക്ക് വരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് പോകുക കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയ മുത്തശ്ശി അതന്നെ വിചാരിച്ചോണ്ടിരിക്കണം, ഈശ്വര എന്റെ കൊച്ചുമകളായിട്ട് അവള് ഈ വീട്ടിൽ വരണേ, കൊച്ചുമകളായിട്ട് വരണേ എന്ന് പിന്നെ ആലോചിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അഭിലാഷ് വരുന്നുണ്ട് വീട്ടിലെത്തുമ്പോഴേക്കും. അല്ല മുത്തശ്ശി കുറെ നേരമായല്ലോ, ഭയങ്കര സന്തോഷത്തിൽ എന്തോ ആലോചനയാണല്ലോ. ആ അഭിലാഷേ, ഞാനേ നിന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. എന്താ മുത്തശ്ശി, നിനക്ക് കല്യാണപ്രായമായത് അറിയാലോ? എനിക്കറിയാം. എനിക്ക് പറ്റിയ നല്ല പെൺപിള്ളേരെ കിട്ടണ്ടേ മുത്തശ്ശി? മുത്തശ്ശിക്ക് അറിയാലോ എന്റെ ടേസ്റ്റ്. എനിക്ക് നല്ല നാടൻ പെൺകുട്ടികളെ, നല്ല സ്വഭാവമുള്ള അച്ചടക്കമുള്ള ഒരു പാവം പെൺകുട്ടീനെ ഇഷ്ടമെന്ന് മുത്തശ്ശിക്ക് അറിയാലോ. അറിയാടാ, ഞാനിന്ന് അമ്പലത്തിൽ പോയപ്പോഴേ നിനക്ക് പറ്റിയൊരു പെൺകുട്ടീനെ ഞാൻ കണ്ടു. എനിക്ക് പറ്റിയ പെൺകുട്ടിയാ? എന്നാ മുത്തശ്ശി പറ, ആ പെൺകുട്ടി എങ്ങനെയാ? എടാ, നല്ല പെൺകുട്ടിയാ. ശരിക്കും പറഞ്ഞ നീ അവള് ചേർന്ന് നിന്ന കൃഷ്ണനും രാധയാണെന്നേ ആൾക്കാർ പറയുള്ളൂ. പിന്നെ സ്വഭാവമാണെന്നുണ്ടെങ്കിലോ അടിപൊളി സ്വഭാവം, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള നല്ലൊരു ക്യാരക്ടറാണ് അവളുടെ. പിന്നെ അത് മാത്രം നല്ല പഠിപ്പുണ്ട് അവൾക്ക്. ട്യൂഷൻ എടുക്കുന്നുണ്ട്. അവള് വക്കീലാവാൻ വേണ്ടി പഠിക്കുകയാണ്. ഒരു വർഷത്തിനുള്ളിൽ വക്കീലാകുമെന്നാണ് കേട്ടത്. ആഹാ, കൊള്ളാലോ. പിന്നെ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയെ, ഓ അതിലൊക്കെ എന്തിരിക്കുന്നു മുത്തശ്ശി? പണക്കാരി വീട്ട് പാവപ്പെട്ട വീട് അങ്ങനെ ഒന്നും ഇല്ല. മുത്തശ്ശിക്ക് പെൺകുട്ടീനെ ഇഷ്ടമായോ എന്ന് അഭിലാഷ് ചോദിക്കുമ്പോൾ, എടാ എനിക്ക് 100 വട്ടം ഇഷ്ടം. അവളെ കണ്ടപ്പോ തൊട്ട് ഈ വീട്ടിലെ കൊച്ചുമകളാവണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹം. പ്രത്യേകിച്ച് നിന്റെ ഭാര്യ ആവണം കാണുന്ന ആഗ്രഹമുണ്ട്. കാരണം എന്റെ കൊച്ചുമകളെ ഏറ്റവും പാവം നീയാണ്. ഒരു തരികിടക്കും പോവാത്ത കൊച്ചുമകൻ, ഇതുവരെ ആരെയും പ്രണയിക്കാത്ത ഒരു പാവാണ് നീ. മുത്തശ്ശിക്ക് അവളെ അങ്ങോട്ട് എത്രയൊക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ഓക്കെയാണ്. പക്ഷെ എന്റെ ഇഷ്ടമല്ല നീ നോക്കേണ്ടത്, നിന്റെ ഇഷ്ടമാണ് നോക്കേണ്ടത്. ഞാൻ തിരുമേടുത്ത് പറഞ്ഞിട്ടുണ്ട് അവരുടെ വീട്ടുകാർക്ക് സംസാരിക്കാൻ. അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നീ ആ പെൺകുട്ടിയുടെ സംസാരിക്കുക. രണ്ടുപേരും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആലോചിക്കാം എന്ന് പറയാണ്. മുത്തശ്ശി എന്തോ പറഞ്ഞപ്പോ എനിക്കും ആ പെൺകുട്ടിനെ കാണാൻ കൊതിയാവുന്നുണ്ട്. നല്ല സുന്ദരി കുട്ടിയാണെന്നൊക്കെ മുത്തശ്ശി പറയാണ്. എന്തായാലും എനിക്ക് ഇഷ്ടാവും അല്ലെ? പിന്നെ തീർച്ചയായിട്ടും ഇഷ്ടാവും. സ്വഭാവം അതിനേക്കാളും നല്ലതാണെന്ന് മുത്തശ്ശി പറയണം. അത് മതി മുത്തശ്ശി എനിക്ക് എന്ന് പറയുന്നുണ്ട്. ശേഷം തിരുമേനി അഞ്ജലിയുടെ അമ്മയടുത്ത് ഈ കാര്യം പറയുന്നുണ്ട്. ശ്യാമളടുത്തും ശിവരാമനടുത്ത് പറയുന്നുണ്ട്. അവർക്ക് ഭയങ്കര സന്തോഷാവാണ്. അഞ്ജലിനെ കണ്ട് അവളുടെ സ്വഭാവം കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷാവാട്ടോ. ശ്യാമള ഈ കാര്യം അഞ്ജലിയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അഞ്ജലി പറഞ്ഞിട്ട്, വേണ്ട അമ്മേ, എനിക്ക് ഈ ആലോചന ഇപ്പൊ വേണ്ട. ഞാൻ പഠിക്കുകയല്ലേ. എടി, നിനക്ക് വേണ്ടി എത്ര നാൾ വേണ്ടിയാ കാത്തിരിക്കാൻ. അവര് റെഡിയാണ്. നിന്റെ പഠിപ്പിന് 1 വർഷമല്ലേ ഉള്ളൂ. 1 വർഷം കഴിയുമ്പോൾ നീ വക്കീലല്ലേ. പെട്ടെന്നൊന്നും മാരേജ് നടത്തില്ല. വെറുതെ ഒരു വിവാഹ നിശ്ചയം നടത്തി വെക്കാം. 1 വർഷം കഴിഞ്ഞിട്ട് മാരേജ്, അങ്ങനെ പോരെ? അമ്മേ അതല്ല, എന്താ നിനക്ക് ആരെങ്കിലും ഇഷ്ടമാണോ? പോ അമ്മേ, എനിക്ക് അങ്ങനെയൊന്നുമില്ലെന്ന് അമ്മക്കറിയാലോ. അവരൊക്കെ വലിയ വീട്ടിലെ ആൾക്കാരല്ലേ അമ്മേ, അതൊന്നും ശരിയാവില്ല. പിന്നെ അത് മാത്രമല്ല, എന്താ ചേച്ചി ഇങ്ങനെ നിൽക്കുമ്പോ ഞാൻ എങ്ങനെയാമേ? ഓ, അവളുടെ ജാതകദോഷം നിനക്കറിയാവുന്നതല്ലേ. അതിനു വേണ്ടി നിനക്ക് വന്ന നല്ലൊരു ആലോചന നീ തട്ടിക്കളയാണോ? നോക്ക്, ഇത് ഭഗവതിയായിട്ട് നിനക്ക് തന്ന ആലോചനയാണ്. അതുകൊണ്ടാ ക്ഷേത്രത്തിന് മുമ്പിൽ വെച്ചിട്ട് തന്നെ ഈ ആലോചന വന്നത് എന്നൊക്കെ പറയാണ്. എന്തായാലും അവരോട് ഞാൻ കാണാൻ വരാൻ വേണ്ടി പറയാൻ പോവാ. അമ്മേ വേണ്ട അമ്മേ, ചേച്ചിക്കൊക്കെ വിഷമാകും. നീ ഓക്കെ ആണോ? അത് അമ്മയും അച്ഛനും പറയുന്ന ഏത് ആലോചന ആണെങ്കിലും എനിക്ക് സമ്മതമാണ്. പക്ഷെ ചേച്ചിയുടെ വിവാഹം ആദ്യം കഴിയണം. നോക്കട്ടെ, അവക്ക് നല്ലൊരു ചെക്കനെ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കാം എന്നൊക്കെ ശ്യാമള പറയണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ അനുപമ കേൾക്കുന്നുണ്ട് കേട്ടോ. കൊള്ളാലോ, അവൾക്ക് ശംഖു മുഖത്ത് തറവാട്ടിൽ തന്നെ ആലോചനയോ? കൊള്ളാം.
അവിടുത്തെ തറവാട് എന്ന് പറഞ്ഞാൽ വലിയ ഫേമസ് ആണ്, കോടീശ്വരന്മാര്. ഈ ആലോചന അഞ്ജലി ഞാൻ നിനക്ക് തരില്ല, ഇത് ഞാൻ ഏറ്റെടുക്കും എന്നൊക്കെ അനുപമ മനസ്സിൽ വിചാരിക്കുകയാണ്. ശേഷം മുത്തശ്ശിയുടെ പൂജാരി പറയണ്ട, അതെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഓക്കെയാണ്, അവര് തമ്മിൽ ആദ്യം ഒന്ന് കാണണ്ടേ, ആ വേണം എന്ന് പറയണം. എന്നാ ഒരു കാര്യം ചെയ്യാം, അവർക്ക് ആദ്യമായിട്ട് കാണാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്താലോ? എവിടെ അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ചോദിക്കുമ്പോൾ അമ്പലത്തിൽ തന്നെ ആവട്ടെ എന്ന് പറയാണ്. അങ്ങനെ അമ്പലത്തിൽ അഭിലാഷ് വരുമ്പോഴേക്കും അഞ്ജലിക്ക് പകരം അനുപമയാണ് അവിടെ എത്തുന്നത്. എന്നിട്ട് അനുപമ പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശേഷം ഫോൺ നമ്പർ കൊടുക്കുന്നത് അഞ്ജലിയുടെയാണ്. അപ്പൊ അങ്ങനെ അഞ്ജലിയും അഭിലാഷുമാണ് ഫോണിലൂടെ പ്രണയിക്കുന്നത്. ഫോണിലൂടെ മാത്രമല്ല കത്തിലൂടെ പ്രണയിക്കുന്നതും അവര് തന്നെയാട്ടോ. പക്ഷെ നേരിട്ട് കാണുമ്പോൾ അഞ്ജലിയായിട്ട് അനുപമയാണ് അഭിലാഷിന് മുമ്പിൽ എത്തുന്നത്. അഭിലാഷിന് ചെറിയ ഡൗട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അനുപമ നന്നായിട്ട് തകർത്ത് അഭിനയിക്കാട്ടോ. ശേഷം ഒരു ദിവസം പെട്ടെന്ന് തന്നെ എന്റെ വിവാഹം നടക്കണം, നമുക്ക് ഇത്ര പെട്ടെന്ന് തന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അഭിലാഷിനെ കൊണ്ട് നിർബന്ധിച്ച് താലി കെട്ടിപ്പിക്കുകയാണ് അനുപമ കേട്ടോ. ആ സമയത്ത് അഞ്ജലി അവിടെ എത്തുന്നുണ്ട്. ശേഷമാണ് അഭിലാഷിനെ മനസ്സിലാവുന്നത് താൻ താലി കെട്ടിയത് അഞ്ജലിനല്ല, അഞ്ജലിയുടെ ചേച്ചി അനുപമേനെയാണെന്നും അഞ്ജലി തന്റെ മുമ്പിൽ നിൽക്കുന്നത് അഞ്ജലി അല്ലെന്ന് മനസ്സിലാക്കുന്ന അഭിലാഷ് ആകെ തകർന്നു പോവാട്ടോ. അഞ്ജലിക്കും അത് വല്ലാത്ത വിഷമമാവുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും ആദ്യമായിട്ട് താൻ പ്രണയിക്കുന്നത് അഭിലാഷിനെയാണ്. അഭിലാഷിന്റെ കൂടെ അഞ്ജലിയുടെ പേരിന്റെ കൂടെ പോലും അഭിലാഷ് എന്ന് അഞ്ജലി എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു. കാരണം അഭിലാഷിനോട് ഒരുപാട് ലവ് ലെറ്റേഴ്സും ഒരുപാട് കാർഡ് വരെ അഞ്ജലി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അഭിലാഷും അങ്ങനെ തന്നെയാണ്. അഞ്ജലി അഭിലാഷ് എന്നാണ് അവർ ലെറ്ററിന്റെ അടിയിലൊക്കെ എഴുതുന്നുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാം തകർന്നു പോയത് ആലോചിച്ചിട്ട് അഞ്ജലി ആകെ പൊട്ടിക്കരയാണ്. വീട്ടിലെത്തിയ അഞ്ജലി അതൊക്കെ ശ്യാമളടുത്ത് പറയുമ്പോൾ ശ്യാമള പറഞ്ഞിട്ട്, എന്റെ ഈശ്വര, ആ പെണ്ണ് എന്ത് ചതിയായി കാണിച്ചത് മോളെ, അവളെ പ്രാഗല്ലേ, അവൾക്ക് വലിയ വീട്ടിലെ പയ്യനെ വിവാഹം കഴിക്കണമെന്ന് അവളുടെ വലിയ ആഗ്രഹമാണല്ലോ, അതുകൊണ്ടായിരിക്കും നിന്നെ അവള് ചതിച്ചത്. എന്തായാലും നിന്റെ ചേച്ചിയല്ലേ, അവൾക്കായിരിക്കും ചിലപ്പോ യോഗം, അവൾ എന്തായാലും ശംഖുമുഖത്തെ മരുമകളായിട്ട് അവള് തന്നെ പോട്ടെ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമള അഞ്ജലീന ഇങ്ങനെ സംസാരിച്ച് ഓക്കെ ആക്കാട്ടോ. അപ്പൊ ആ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട്, അമ്മേ ഇനി വിവാഹാലോചന തൊട്ട് എൻ്റെ അടുത്ത് വരരുത്, എനിക്ക് നല്ല പഠിച്ച് എനിക്ക് ഒരു വക്കീലാവണം, പേരെടുത്ത വക്കീലാവണം, അതുവരെ ഈ വിവാഹം എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുമ്പിൽ വരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി വഴക്കൊക്കെ പറയുന്നൊക്കെ ഉണ്ട് അമ്മേനെ. പക്ഷെ അഞ്ജലിക്ക് അതൊന്നും മറക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പൊ അതാണ് ശരിക്കും അഞ്ജലിയും അനുപമയും തമ്മിലുള്ള ആ ഒരു ശരിക്കും ആ വഴക്കിന് കാരണം. അതാണ് ഈ അഭിലാഷിന്റെ പ്രശ്നം കേട്ടോ. അഭിലാഷാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അഞ്ജലി തന്നെയാണ് മനസ്സിൽ. പക്ഷെ അഞ്ജലിക്കാന്ന് വെച്ചാല് അഭിലാഷ് തന്റെ ചേച്ചിയുടെ ഭർത്താവാണ്, അതായത് ചേട്ടൻ, അങ്ങനത്തെ രീതി തന്നെയാണ് അഞ്ജലി കാണുന്നത്. പക്ഷെ അഭിലാഷിന് ഇപ്പോഴും അനുപമേനെ ഇഷ്ടമല്ല, അഞ്ജലിനെ തന്നെയാണ് ഇഷ്ടം. പ്രത്യേകിച്ച് അഞ്ജലിനെ ഒരു പ്രാവശ്യം കണ്ടതുകൊണ്ട് ഒരുപാട് ഇഷ്ടം കൂടുതലാണ് അഭിലാഷിന്. അപ്പൊ അതുകൊണ്ട് തന്നെ അഭിലാഷ് അഞ്ജലിനെ തന്നെ ഇപ്പോഴും മനസ്സിൽ ഇട്ടുകൊണ്ട് നടക്കുവാട്ടോ. അതൊട്ടും തന്നെ അനുപമക്ക് ഇഷ്ടമല്ല. പക്ഷെ അനുപമക്കാണെങ്കിൽ ആർത്തിയോ പണത്തിനോടും അത് അഭിലാഷിനെ നന്നായിട്ട് അറിയാം. അഭിലാഷിനാണെങ്കിൽ അനുപമനെ കണ്ടാലേ ഇഷ്ടമല്ല. അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങളാണ് നാളത്തെ പ്രൊമോയിൽ കാണിച്ചു കേട്ടോ. അപ്പൊ നാളത്തെ എപ്പിസോഡിൽ വരാൻ പോണതും ഈ ഒരു ഫ്ലാഷ് ബാക്കിന്റെ കഥ തന്നെയാണ്. എന്തായാലും നാളത്തെ എപ്പിസോഡ് കൂടി തന്നെ ഈ ഫ്ലാഷ് ബാക്കിന്റെ കഥ തീരുമെന്നാണ് തോന്നുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാം നാളത്തെ എപ്പിസോഡ്സിന് വേണ്ടിയിട്ട്. പിന്നെ പ്രൊമോ എപ്പിസോഡ് റിവ്യൂസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് കൂടുതൽ വിവരങ്ങൾ, അതായത് അഡ്വക്കേറ്റ് അഞ്ജലിയുടെ കൂടുതൽ വീഡിയോകൾ ഇടാൻ സാധിക്കുള്ളൂ. അപ്പൊ മറ്റൊരു വീഡിയോ നാളെ രാവിലെ കാണാം ഫ്രണ്ട്സ്. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ.